നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമക്കാർ ഷാജൻ സക്കാറിയ ഷർട്ട് ഇടാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയി. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ എനിക്ക് ഒരു മെസ്സേജ്, ഇത് ചൈനയല്ല, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ഇന്ത്യയാണ്, ഇത് കേരള നാടാണ്. 9 കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ മാധ്യമക്കാർ ഇത് പറയും, നിങ്ങൾ ചെയ്തില്ല എന്ന്. അതിനെ യോജിപ്പിക്കുക, അത് വിയോജിപ്പിക്കുക, അത് മുഖ്യമന്ത്രിയുടെ അവകാശം. പക്ഷേ ഇവിടെ മാധ്യമക്കാർക്കും എല്ലാവർക്കും ഉണ്ട് അവകാശങ്ങൾ. അതിനെ ലംഘിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനിയും മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കും. നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ രാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി BJP രംഗത്ത് വന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഭരണഘടനാ അവകാശങ്ങളോടുള്ള ലംഘനമാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല പിണറായി സർക്കാരിനോടുള്ള ശക്തമായ താക്കീത് കൂടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോട്ടയം കറുകച്ചാലിൽ നടന്ന BJP വികസിത കേരളം കൺവെൻഷനിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്, മലയാളികൾക്കുണ്ട്. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അക്രമങ്ങൾ, അതിക്രമങ്ങളൊക്കെ ചോദ്യം ചെയ്യാതെ പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ശക്തമായ താക്കീതാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിലൂടെ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വാക്കുകൾ കേൾക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അത് എൻ്റെ അഭ്യർത്ഥനയാണോ മെസ്സേജാണോ അത് മുഖ്യമന്ത്രി തീരുമാനിച്ചോട്ടെ. ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമക്കാർ ഷാജൻ സക്കാറിയ, അദ്ദേഹത്തിന്റെ വീട്ടിൽ 9 മണി രാത്രി പോലീസ് കയറി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഷർട്ട് ഇടാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയി ജയിലിടാൻ ശ്രമിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ എനിക്ക് ഒരു സന്ദേശം, ഒരു മെസ്സേജ്, ഇത് ചൈനയല്ല, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ഇന്ത്യയാണ്, ഇത് കേരള നാടാണ്. ഇവിടെ ആരാണെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും അവകാശമുണ്ട്, ഫ്രീ സ്പീച്ചിന്റെ ഒരു അവകാശമുണ്ട്. 9 കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ മാധ്യമക്കാർ ഇത് പറയും, നിങ്ങൾ ചെയ്തില്ല എന്ന്. അതിനെ യോജിപ്പിക്കുക, അത് വിയോജിപ്പിക്കുക, അത് മുഖ്യമന്ത്രിയുടെ അവകാശം. പക്ഷേ ഇവിടെ മാധ്യമക്കാർക്കും എല്ലാവർക്കും ഉണ്ട് അവകാശങ്ങൾ. അതിനെ ലംഘിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുന്നു, ഇനിയും മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് മനസ്സിലാക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്തെ കൊടുപ്പനക്കുന്ന് വീട്ടിൽ നിന്നാണ് ഷാജൻ സ്കറിയയെ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. CI നിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് സമ്മതിക്കാതെ വസ്ത്രം പോലും, അതായത് ഷർട്ട് പോലും ധരിക്കാതെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് പിടികൂടി അദ്ദേഹത്തിനെ ബലമായി സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ അദ്ദേഹത്തിനെ സ്റ്റേഷനിൽ ഇരുത്തുന്നതിനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഷർട്ടിൽ ഇടാതെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളുടെ കൂട്ടായ്മയായ കോം ഇന്ത്യയും ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. പോലീസിന്റെ നടപടിക്കെതിരെ പരാതി ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ്. അതേസമയം ഒരു അപകീർത്തിപരമായ വാർത്ത തന്റെ യൂട്യൂബ് ചാനലിൽ മറുനാടൻ മലയാളിയുടെ പ്രസിദ്ധീകരിച്ചു എന്ന ഒരു കേസിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ പോലീസ് ബലമായി പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അത് ഭരണഘടനാ അവകാശങ്ങളോടുള്ള ലംഘനമെന്നാണ് BJP ഇപ്പോൾ
പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആദ്യമായി തന്നെ പ്രതികരണവുമായി വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരോട് ഇത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ ഭരണ കോട്ടങ്ങൾ അത് വിമർശിക്കുകയും ആരോപണം നടത്തുകയും വാർത്താ സംപ്രേഷണം ചെയ്യുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടാമെന്നുള്ളൊരു നീക്കം അത് സാധിക്കില്ല. അതിന് ഇപ്പോൾ ചൈനയോ റഷ്യയോ ഒന്നുമല്ല എന്നൊരു ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിലുള്ള നടപടികളിലേക്ക് പോലീസിനെ ഉപയോഗിച്ച് ബലമായി അവരെ കീഴ്പ്പെടുത്തുന്ന നടപടികളിലേക്ക് പോയാൽ അത് ശക്തമായി തന്നെ മുഖ്യമന്ത്രിയെ നേരിടുമെന്നൊരു മുന്നറിയിപ്പ് കൂടി രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.